ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും അമ്മയും അച്ഛനുമായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ളത്. ശരിക്കും നമ്മുടെ പരിപാടി മെയ് 5 കഴിഞ്ഞു. ഈ വീഡിയോ മെയ് 4 എടുത്തതാണ്. മെയ് 4 ആയിരുന്നു നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിരുന്നത്. കുട്ടികൾക്ക് കൊടുത്തത് മെയ് 5 ആയിരുന്നു. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോയോ? അയ്യോ പട്ടി. ഇതാണ് എൻ്റെ അച്ഛൻ. ഹായ് പറയൂ. ഹായ്. അപ്പോൾ ഇതാണ് രഞ്ജിത്ത് മാഷിൻ്റെ ഡ്രസ്സൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന ഒരു വീടാണ് അവർ എടുത്തേക്കുന്നത്. അപ്പോൾ മിക്കവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ ഡ്രസ്സും മേക്കപ്പും ഒക്കെ ആരാണ് ചെയ്യുന്നതെന്ന്. മേക്കപ്പും രഞ്ജിത്ത് സാറാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സ് നമ്മൾ രഞ്ജിത്ത് മാഷിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് ഈ പ്രാവശ്യം കുറച്ചധികം ഡ്രസ്സും പ്രോപ്പർട്ടീസും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എടുത്ത് വന്നപ്പോഴത്തേക്കും രാത്രിയായി. ബാക്കി വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല. ഓട്ടോയിൽ ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഞാനും അമ്മയൊക്കെ എങ്ങനെയോ ഇരുന്നാണ് വന്നത്. അച്ഛനും അങ്ങനെ നമ്മൾ രാത്രി തന്നെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടെല്ലാം വെച്ചു. അപ്പോഴത്തേക്കും കുറച്ച് കുട്ടികളെ ഉള്ളായിരുന്നു. അതുകൊണ്ട് പിള്ളേർക്കാർക്കും ഡ്രസ്സ് അന്നത്തെ ദിവസം കൊടുത്തു. നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാക്കി പിറ്റേ ദിവസത്തെ വീഡിയോ, അതായത് 5 അല്ല 4 വീഡിയോ ആണ് ബാക്കി കാണുന്നത്. പ്രോഗ്രാമിനുള്ള എല്ലാ ഡ്രസ്സും നമ്മൾ റെൻറ്റിനല്ല എടുക്കുന്നത്. കുറച്ച് ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഡ്രസ്സും കൂടി യൂസ് ചെയ്യാറുണ്ട് പ്രോഗ്രാമിന്. പിന്നെ അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്കും കൊടുക്കുന്ന ഡ്രസ്സ് എത്ര എണ്ണമാണെന്നും ഒരു ഡ്രസ്സിനകത്ത് എത്ര പീസ് വരുന്നുണ്ടെന്നും എല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് കൊടുത്തത്. അവർക്കും ഡ്രസ്സ് കൊടുക്കുന്ന വീഡിയോസൊന്നും ഞങ്ങൾക്ക് ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് ക്ലിപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കുട്ടികളെടുത്തതാണ്, ഞാൻ എടുത്തതല്ല. കുട്ടികളായിട്ട് നിന്ന് എപ്പോഴും പറയും ചേച്ചി വ്ളോഗ് എടുക്കാം, വ്ളോഗ് ഇട് എന്നൊക്കെ. എനിക്ക് ഭയങ്കര മടിച്ചിയാണ് ഞാൻ. അതുകൊണ്ട് ഞാനങ്ങ് വിട്ടു പോകുന്നതാണ്. ഇപ്പോൾ കുട്ടികളായിട്ട് നേതൃത്വം എടുത്തത് കൊണ്ട് ഇത്രയെങ്കിലും വീഡിയോ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം പ്രോഗ്രാം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പ്രാക്ടീസ് കഴിഞ്ഞ് അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് പരിപാടിയുടെ ദിവസം മെയ് 5. അപ്പം മെയ് 5 വീഡിയോസ് കണ്ടിട്ട് പോയോ. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് മെയ് 5 നമുക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഡാൻസ് ക്ലാസ്സിൽ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അമ്മ നേരെ ഡാൻസ് ക്ലാസ്സിലോട്ട് അമ്മയെ ആക്കിയിട്ട് ഞാനും ആർദ്രയും പാറും ഇവർ രണ്ടും ഡാൻസ് ക്ലാസ്സിലെ സ്റ്റുഡൻസാണ്. അവരുമായിട്ട് ഞാൻ അമ്പലത്തിൽ പോവാണ്. അങ്ങനെ അമ്മയെ ഡാൻസ് ക്ലാസ്സിലോട്ട് ആക്കിയിട്ട് അതാണ്ട് പാറുവിനെ പിക്ക് ചെയ്തു. ആർദ്രയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ. ഇതാണ് ആർദ്ര. അപ്പം ആർദ്രയും പിക്ക് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. വീട്ടിൻ്റെ അടുത്തുനിന്ന് തോനെ ദൂരമൊന്നും ഇല്ല അമ്പലം തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ 3 പേരും കൂടി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിറങ്ങി പ്രസാദമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ സ്റ്റേജ് നോക്കാൻ വേണ്ടി ഒന്ന് വന്നു. അപ്പോൾ അവിടെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ ഓൾറെഡി സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ 2 വാതിലൊക്കെ ഇടണം, എൻട്രി ചെയ്യാനും എക്സിറ്റിനായിട്ടും 2 വാതിലൊക്കെ 2 സൈഡിൽ ഇടണം, അത് സൈഡിൽ തന്നെ ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടുത്തെ മാമന്മാരുടെ അടുത്തൊക്കെ പറയുമായിരുന്നു. അങ്ങനെ സ്റ്റേജൊക്കെ ഒന്ന് ചുറ്റിക്കറക്കി കണ്ടു. ബാക്കിൽ ഡ്രസ് ചേഞ്ചിങ്ങിനായിട്ടുള്ള സ്ഥലങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ ഈ കറങ്ങി നിൽക്കുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഡാൻസ് ക്ലാസ്സിൽ അവിടെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മേക്കപ്പ് സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അമ്മയുണ്ട്. അപ്പം പിള്ളേരെയൊക്കെ മാനേജ് ചെയ്തോളും. അതുപോലെ സ്റ്റേജിൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛൻ നോക്കിക്കോളും. അതിനുശേഷം ഞങ്ങൾ പമ്പിൽ പോയി എണ്ണയൊക്കെ അടിച്ചു. നേരെ ഡാൻസ് ക്ലാസ്സിലോട്ട് വന്നു. കുട്ടികളെയൊക്കെ വീട്ടിലോട്ടാക്കിയതിന് ശേഷം ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പ്രസാദവും കൊണ്ട് കയറി. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇന്ന് നമുക്ക് രഞ്ജിത്ത് മാഷിന് വരാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് മകേഷ് മാഷിനെയായിരുന്നു വിട്ടിരുന്നത്. മകേഷ് മാഷ് നന്നായിട്ടില്ല, കുട്ടികളെ ഒരുക്കി അടിപൊളിയായിരുന്നു. എല്ലാവരെയും കാണാനും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മേക്കപ്പും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു. അതുപോലെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് തന്നെ വലിയ സന്തോഷം. കുഞ്ഞുങ്ങളൊക്കെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു, ഓർണമെൻറ്റ്സ് എല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. പറയാം. ആണ് ഞങ്ങളുടെ കുഞ്ഞി, നേരത്തെ ഞാൻ പറഞ്ഞ ആർദ്രയുടെ അനിയത്തിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ വെക്കേഷൻ ടൈമിൽ ഹാപ്പി ലാൻഡിൽ ടൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ അച്ഛനെ കണ്ട എപ്പോഴും പറയും ഹാപ്പി ലാൻഡിൽ പോകണമെന്ന്. അപ്പോൾ അച്ഛനെ കാണിക്കാൻ വേണ്ടി വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പം അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എത്തി. അത് കഴിഞ്ഞ് മേക്കപ്പ് സാറും ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, വിട്ടുപോയതാണ്. അതിനുശേഷം ഞാനും അമ്മയും ഡാൻസ് ക്ലാസ്സിൽ ഇരുന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചത്. അതൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാനും അമ്മയും കൂടി വീട്ടിലോട്ട് പോയി. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനായിട്ടാണെങ്കിൽ ഇന്ന് അമ്മയും എൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അമ്മയുടെ 2nd സ്റ്റേജാണിത്. അമ്മ ആദ്യം ഒരു അമ്പലത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഞാൻ വ്ളോഗൊക്കെ എടുത്തതാണ്, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വിട്ടുപോയി. പിന്നെ വീഡിയോസൊക്കെ കാണുന്നില്ല, ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. ഇതിപ്പോൾ അമ്മയുടെ 2ാമത്തെ സ്റ്റേജാണ്. അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങൾ റെഡിയായി, ലെൻസൊക്കെ വെച്ചു. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇതെൻ്റെ ചേട്ടനാണ്. ചേട്ടൻ തിരുവനന്തപുരത്താണ്. അമ്മയുടെ ഡാൻസ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീടൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങുവാണ്. അവിടെ എല്ലാവരും മേക്കപ്പ് ഇട്ട് കഴിഞ്ഞു. ഞങ്ങളും കൂടി ഉള്ളിടാൻ പോയിട്ട്. ഓക്കെ, ബൈ.
അങ്ങനെ ഡാൻസ് ക്ലാസ്സിലോട്ട് എൻ്റെ ചേട്ടനാണ് എന്നെയും അമ്മയും കൂടി ആക്കിയത്. ഞാൻ ചെന്നപ്പോഴത്തേക്കും ബാക്കി കുട്ടികളെയും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓൾമോസ്റ്റ് ഒരുങ്ങി തീരാറായി. കുറച്ച് പേരൻസൊക്കെ വന്ന് ഹെൽപ്പിങ്ങിനായിട്ട് വന്നതാണ് കുറച്ച് പേരൻസ്. അപ്പോൾ എല്ലാവരും വന്നതാണ്ട്. ബാക്കി വീഡിയോസ് കാണാം. അതിനുശേഷം അമ്മ മേക്കപ്പ് ചെയ്യാനിരുന്നു, പിന്നെ ഞാനിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും പേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ ഒരാളിരുന്ന് സുഖമായിട്ടിരുന്ന് ഉറങ്ങുന്നു. അപ്പോൾ ബാക്കി പിള്ളേരെല്ലാം ഒരുങ്ങുന്ന കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം ഒന്നും കിട്ടിയില്ല. ഇതാണ് ജുവൽ, കുഞ്ഞു മോളാണ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ഇനി ഒന്നില്ല. എല്ലാവരും തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി ഞാനും അമ്മയും കുറച്ച് പിള്ളേരും കൂടെ ഉള്ളൂ ഇനി ബാക്കി ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ മേക്കപ്പിനായിട്ടിരുന്നു. ഞങ്ങൾ അയ്യപ്പൻ്റെ ഒരു ഡ്രാമയാണ് ചെയ്യുന്നത്. അതിനകത്ത് അമ്മ അയ്യപ്പൻ്റെ അച്ഛനായിട്ട്, അതായത് പന്തള രാജാവായിട്ടും ഞാൻ അയ്യപ്പനായിട്ടുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ അയ്യപ്പനായിട്ടായിരുന്നു ഒരുങ്ങിയിട്ട് പോയത്. എൻ്റെ മേക്കപ്പൊക്കെ തീരാറായി. ഇതാണ്ട് പൊട്ട് വയ്ക്കുവാണ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട് ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യണം. ലാസ്റ്റ് എൻ്റെ ലുക്ക് കാണാൻ എങ്ങനെയുണ്ട് എന്നും കൂടി എല്ലാവരും കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരുടെ കയ്യിൽ നിന്നും ദക്ഷിണയൊക്കെ മേടിച്ചിട്ട് നമ്മൾ വണ്ടിയിലാണ് കയറി ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് പോയത്. അവിടെ ചെന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അയ്യപ്പനായിട്ടും ശിവനായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ വീഡിയോസ് സ്റ്റേജിൽ കളിക്കുന്നത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. അല്ലാണ്ട് അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഒന്നുമില്ല. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വണ്ടി കയറിയപ്പോഴാണ് ഞാൻ വീഡിയോയുടെ കാര്യം ഓർത്തത്. അങ്ങനെ അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു. അതിന് മുമ്പ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ. जयतु सत्ययानं नित्यनिर्मलं कालं नियतखेलनम् सदायस्य वै भवभूतनाश त्रिपुराकारं त्रिनेत्रेश्वरं गतघोषनादघनगौरीशं प्रतीतेश्वरं झं 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 झण झञ्झनाद जगनं ध्याये शिवं शङ्करम् പലരും എടുത്ത കുറച്ച് ക്ലിപ്സാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. എല്ലാ ഡാൻസും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ പ്രോഗ്രാം അവിടെ സ്പോൺസർ ചെയ്തിരുന്നത് അമ്പലക്കാരും അതുപോലെ തന്നെ തുണ്ടിൽ കുടുംബാംഗങ്ങളുമാണ്. എൻ്റെ പേരിലും എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ പേരിലും അവർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞു നമ്മൾ നേരെ വണ്ടി കയറി അവിടുന്ന് നേരെ ഡാൻസ് ക്ലാസ്സിലോട്ടാണ് പോയത്. എനിക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ വിട്ടുപോയി. പിന്നെ അത് നേരെ വീട്ടിലോട്ട് വന്നു. മേക്കപ്പ് പോലും ഞാൻ അഴിച്ചിട്ടില്ല. ഇനി പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. ഓക്കെ, ബൈ. Thank you for watching my video.